ഗൈസ് നമ്മൾ എങ്ങനെയാണ് ഒരു സൈക്കിളിൽ ഡാഷ് ക്യാമറ വെക്കണം. ഡാഷ് ക്യാമറ അത് പൈസ കൊടുത്ത് വെക്കണ്ട, മൊബൈൽ എടുക്കുക. അയ്യോ തെറ്റിപ്പോയി. മൊബൈൽ എടുക്കുക, ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ എടുക്കുക. ഗൈസ് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക. ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് വെക്കുക. പറ്റിയില്ലെങ്കിൽ ഇതേപോലെ അങ്ങ് വെക്കുക. ചിലപ്പം പറ്റൂലായിരിക്കും. അപ്പം പറ്റൂലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നും തിരിയുന്നില്ലല്ലോ ഗൈസ്, വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് എടുക്കാം. ഇവിടെ ഭയങ്കര മഴ തിന്ന് കഴിഞ്ഞാൽ പനി പിടിക്കും എനിക്ക്. നാളെ സ്കൂളിൽ പോകാനുള്ള. അപ്പോൾ ഗൈസ് നമ്മൾ ഡാഷ് ക്യാമറ ചെയ്ത് ഇവിടെ നിന്നാണ്. അപ്പോൾ നമ്മൾ വെക്കേണ്ടതെന്ന് വെച്ചാൽ, അത്യാവശ്യം നിങ്ങൾ ഒരു നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ വെക്കാം. അപ്പം ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പണി കിട്ടും. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. അയ്യോ, അങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ പോവുകയൊക്കെ ചെയ്യും സർവ്വസാധാരണ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവും. കാരണം ബാസ്ക്കറ്റ് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇങ്ങനത്തെ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാവും ഉറപ്പായിട്ട്. അപ്പം നമ്മൾ വെക്കേണ്ട രീതി എനിക്കറിയില്ല ഗൈസ്. അത് ഞാൻ എങ്ങനെയൊക്കെയോ ഫിറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാണുന്നില്ലെങ്കിൽ ഗൈസ് എന്ത് ഒരു പ്രശ്നമുണ്ട്. കാണുന്നില്ല ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഉമ്മാൻ്റെ ഈ ഫോണ് ഈ കവറായതുകൊണ്ട് എനിക്ക് കാണൂല. അപ്പം ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നമ്മൾ ചവിട്ടാൻ പോകാനായി. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ ഇതുമ്പോഴുണ്ട് ഇറക്കവും കയറ്റമൊന്നും കയറില്ല കേട്ടോ. നല്ല സ്പീഡ് ചിലപ്പോൾ ഫോണൊക്കെ തുറച്ചു പോകും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഫോൺ എടുക്കണമെങ്കിൽ എത്ര പൈസ? 10,000 രൂപയാണ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫോണൊക്കെ എടുത്ത ഫോൺ എങ്ങനെ പോയിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ല, പ്രത്യേകിച്ച് ജോലിയുള്ളത്. അപ്പം കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ സൈക്കിളിൽ ഡാഷ് ക്യാമറ. അപ്പം എങ്ങനെയുണ്ട് ഗൈസ്? ഒരു സൈക്കിളിലാണല്ലോ കിടിലനായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ ബെൽ ബട്ടൺ അമർത്തണം. ബൈ ബൈ.